ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ഹോർലിക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ കടലൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അയ്മണ്ണുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അവന് ഹോർലിക്സിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ അതാ ഹോർലിക്സൊക്കെ ഒഴിച്ചിട്ട് അവന് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് പുട്ടും കടലക്കറിയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിയും. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ അയ്മൺ ഇന്ന് ക്ലാസ് ഇല്ല, റുതക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അയ്മൺ ഇന്ന് ഫ്രീ ആണ്. അയ്മൺ സ്കൂളില്ലെങ്കിലും നേരത്തെ എണീക്കും കേട്ടോ. അപ്പോൾ അവെന്താ ഹോർലിക്സൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞേരം അവന് കളിക്കാൻ പോട്ടെ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കളിക്കാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ അവനോട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാകുമ്പോഴത്തേക്കും പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 7:00 ആയിട്ടേ ഉള്ളൂ. അവന് നേരത്തെ എണീക്കുന്നത് കൊണ്ട് പിന്നെ ഇങ്ങനെ ബോറടിക്കുകയും ചെയ്യും. അങ്ങനെ പോവാണ്. അങ്ങനെന്താ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് ആ റുതൻ്റെ മദ്രസിലെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ 2 ദിവസം പോയിട്ടില്ലായിരുന്നു, അങ്ങനെ വന്നതാണ്. പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു തേങ്ങ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് പുട്ടിന് വേണ്ടിയിട്ട്. ആദ്യം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കടലൊക്കെ നല്ലോണം കഴുകുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പൊതിർന്നിട്ടുണ്ട് കടല, അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതാ കടലൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മക്കൾക്ക് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ അധികവും പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അയ്മണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചിന് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ക്ലാസ്സിലുള്ള ദിവസം പുട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ അതാ അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉള്ളിയും കുറച്ച് തക്കാളിയും പിന്നെ കറിവേപ്പിലയും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പാലൊക്കെ ഒഴിച്ചിട്ട് ചായയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ കടലക്കറിയിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ കടലക്കറിയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ചിലപ്പോൾ ഞാനൊരു പട്ടൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഒന്ന് പിന്നെ ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ അടച്ച് നല്ലോണം മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ചായയിലൊന്ന് പഞ്ചസാരമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇനി അടുത്തത് പുട്ടുണ്ടാക്കാനുള്ള തേങ്ങ ഒക്കെ ചിരണ്ടുകയാണ് കേട്ടോ. ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിയനെ കൊണ്ട് തേങ്ങ ചിരണ്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തം ചട്ടിയൊക്കെ വാങ്ങിക്കുന്നത്. മൺചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇനി മയക്കണം. എങ്ങനെ മയക്കുക എന്ന് വലിയ ഐഡിയ ഒന്നും എനിക്കില്ല കേട്ടോ. വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ. അപ്പം എന്നോട് ഇങ്ങനെ മറന്നു പോകും. അപ്പം ഇന്ന് ഞാൻ വേഗം മയക്കാൻ വേണ്ടിയിട്ട് അതിൽ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ അതാ പുട്ടിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇന്ന് ചോറ് വെക്കാനുള്ള വെള്ളവും ഇട്ടിട്ടുണ്ട്. പിന്നെ കടലക്കറിയൊക്കെ ആയിട്ടോ. പിന്നെ പുട്ട് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ബാക്കി പുട്ടും കൂടി ആവണം. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കാലാവസ്ഥ ആണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി കടലക്കറി വറവിടാനുണ്ട്. അപ്പോൾ അത് വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളി മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടത്. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടതാ നല്ലോണം വറവിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുട്ട് ഇതാ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി റുതക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ എന്താ അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അവൾ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് അവർക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അയ്മൻ്റെ റുതൻ്റെയൊക്കെ എക്സാം ഇന്നലെ കഴിഞ്ഞു. അപ്പം ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. പിന്നെ റുതക്ക് ഇതാ 9th ബോർഡ് എക്സാം ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 350 രൂപ നമ്മൾ അടയ്ക്കണം. അതാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊടുത്തത്. ഇനി അടുത്തതായി ഞാനിതാ റുതൊക്കെ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വേറൊരു വീഡിയോ കാണാം.